നമസ്തേ. ഞങ്ങളുടെ ഒരു പ്രഡിക്ഷൻ പറയാം. എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന കാര്യത്തിൽ ഇന്ത്യക്കാരെക്കാൾ ഉറപ്പ് പാകിസ്ഥാനുകൾക്കുണ്ട്. ഇന്ത്യ ആക്രമിക്കുമെന്നും ഇന്ത്യൻ സൈന്യം രുദ്ര സംഹാര ശക്തിയോടെ പാഞ്ഞു കയറുമെന്നും സൈനിക വേഷത്തിൽ കാണുന്ന ഒരുത്തനെയും ബാക്കി വെക്കില്ല എന്നും പാക് സൈനികർക്ക് തീർച്ചയുണ്ട്. ഈ ഉപകാരം ചെയ്തു തന്നത് പാകിസ്ഥാനിലെ യൂട്യൂബർമാരാണ്. അവന്മാർ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പാകിസ്ഥാനെയും ഇന്ത്യയെയും താരതമ്യം ചെയ്ത് ഒടുക്കത്തെ വീഡിയോ ചെയ്തുകളായിരുന്നു. പാവം പാക്കുകൾ പൊളിയായെന്നും ഇന്ത്യ പൊട്ടയെന്നുമൊക്കെ പറയാൻ നമ്മുടെ ഭാഗത്ത് ഏതോ ധ്രുവരാത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മോദിക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള ശക്തി, ബന്ധങ്ങൾ, US പ്രസിഡന്റ് ട്രംപുമായുള്ള ബന്ധമൊക്കെ അവർ നിരന്തരം ചർച്ച ചെയ്യുന്നുണ്ട്. പണ്ട് പാകിസ്ഥാനിന്റെ രക്ഷാകവചമാർന്ന US ഇപ്പോൾ അവർക്കൊപ്പമില്ല എന്നതും. എന്ന് വെച്ചാൽ നമ്മൾ നടത്താത്ത ഒരു ഇൻഫോർമേഷൻ വാർഫെയർ ഇന്ത്യക്കായി പാക് ചെറുപ്പക്കാർ തന്നെ നടത്തി എന്നതാണ് വാസ്തവം. ഇന്ത്യ ശക്തരിൽ ശക്തരായ ഒരു ജനതയാണെന്നും ഇന്ത്യയിൽ വികസന മുന്നേറ്റമുണ്ടെന്നും ഇന്ത്യ വലിയൊരു സാമ്പത്തിക ശക്തിയാണെന്നും ഇന്ത്യയുടെ സൈന്യം ലോകത്തെ മൂന്നാമത്തെ ശക്തിയാണെന്നുമൊക്കെ നമ്മളെക്കാൾ കൂടുതൽ ചർച്ച ചെയ്ത് പാകിസ്ഥാനുകൾ മുഴുവൻ പേരുടെ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്. യുദ്ധമുണ്ടായാൽ അവർ 8 നിലയിൽ പൊട്ടുമെന്നും ആണവശക്തി എന്ന പേര് വെറും കുമിള മാത്രമാണെന്നും, അതായത് ഇന്ത്യയിൽ സൈന്യം കയറിയാൽ പാക് പരാജയം അവർക്ക് ഉറപ്പാണ്. ഇത് സ്വന്തം സൈന്യത്തെ പറ്റി ധാരണയുള്ള പാക് സൈനികർക്കും നന്നായി അറിയാം. അതുകൊണ്ട് കിട്ടിയ സമയം കൊണ്ട് വീട് പറ്റാൻ മാത്രമേ പാക് സൈനികർ ശ്രമിക്കൂ. അതിന് മനഃശാസ്ത്രപരമായ മറ്റൊരു കാരണം കൂടിയുണ്ട്. പരാജയപ്പെടുന്ന രാജ്യത്തേക്ക് ഇരച്ചു കയറുന്ന ശത്രു സൈനികർ ആദ്യം ചെയ്യുന്നത് കണ്ണിൽ കിട്ടുന്ന പെണ്ണുങ്ങളെ മാനഭംഗം ചെയ്യുക എന്നുള്ളതായിരിക്കും. ഇന്ത്യൻ സൈന്യം അത് ചെയ്യില്ല എങ്കിലും പാക് സൈനികർക്ക് ഇന്ത്യക്കാരെ പറ്റി ആ ഉറപ്പൊന്നും ഉണ്ടാകില്ല. പരാജയം ഉറപ്പാണെങ്കിൽ അതിർത്തിയിൽ അരിപ്പയായി കിടന്നിട്ട് വീട്ടിൽ പെണ്ണുങ്ങളെ ഒറ്റയ്ക്കാക്കുന്നത് എന്തോ സ്വർഗം കിട്ടാനാ എന്നായിരിക്കും ഒരു നോർമൽ പാകി പട്ടാളക്കാരൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. കൂടാതെ കുഞ്ഞുങ്ങൾ പട്ടിണിയാവുക, അവർ കൊല്ലപ്പെടുക തുടങ്ങിയ പലതും സംഭവിക്കാം. പാകിസ്ഥാന്റെ ഉൾമേഖലകളിൽ ബലൂചിസ്ഥാൻ വിമോചനക്കാർ, അഫ്ഗാൻ താലിബാൻ തുടങ്ങിയവരുടെ ആക്രമണ സാധ്യത വേറെയുമുണ്ട്. എല്ലാം ബാധിക്കുന്നത് അവിടെ കുടുംബങ്ങളെ ആയിരിക്കും. പാക് പട്ടാളത്തിലെ സൈനികർക്ക് എങ്ങനെയും ചിന്തിക്കേണ്ടി വന്നാൽ അതിശയമൊന്നുമില്ല. അങ്ങനെ അവർ ചിന്തിച്ചാൽ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നതാണ് വാസ്തവം. ഉള്ള നേരത്തെ വീട് പറ്റുക. ശത്രു വരുമ്പോൾ കൈയും കാലും പിടിക്കാനെങ്കിലും വീട്ടിൽ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടാകണം. ഇല്ലെങ്കിൽ ശത്രുക്കൾ കയറി മേഞ്ഞിട്ട് പോയാൽ എന്ത് ചെയ്യും? ഈ പറഞ്ഞത് തമാശയല്ല. ചെറു രാജ്യങ്ങളെയും അശക്തരായ രാജ്യങ്ങളും യുദ്ധവേളയിൽ അനുഭവിക്കുന്ന ക്രൂരമായ യാഥാർത്ഥ്യമാണ്. ഇന്ത്യൻ സൈന്യം പരാജിതര സ്ത്രീകളെ ഉപദ്രവിച്ചില്ല എന്ന് വരും. പക്ഷേ ആഗോള മിലിറ്ററി ട്രെയിനിങ്ങിൽ നെപ്പോളിയന്റെ കാലം തൊട്ട് കൊടുക്കുന്ന ഒരു ബേസിക് പാഠം തന്നെ യൂണിഫോമിന്റെ ഭാഗമായ കത്തി എതിർ രാജ്യത്ത് കയറുമ്പോൾ കുട്ടികളെ കൊല്ലാനുള്ളതാണ് എന്നാണ്. ഞങ്ങൾക്ക് പറയാനുള്ള പ്രഡിക്ഷൻ ഇതാണ്. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ പ്രവേശിച്ചാൽ അവിടുത്തെ ജനത, അത് ഷിയായാലും സുന്നിയായാലും വേറെ എന്തോ ഭണ്ഡാരമായാലും ഇന്ത്യൻ സൈന്യത്തെ ആർപ്പ് വിളികളോടെ സ്വീകരിക്കും. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ശത്രു കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജുകൾ ഒഴിവാക്കാം. അണ്ണൻ തന്നെ ദാദ എന്ന് പറഞ്ഞ് തൊഴുതു നിന്നാൽ വലിയ കുഴപ്പമുണ്ടാകില്ല. സ്ത്രീകളും കുട്ടികളും സുരക്ഷിതരാകും. ഫുഡ് സപ്ലൈ മുടങ്ങില്ല. 2 വർഷങ്ങളായുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് അഴിമതി ഭരണത്തിൽ വശം കെട്ടിരിക്കുകയാണ് മുഴുവൻ പാകിസ്ഥാൻ ജനതയും. ഇന്ത്യയുടെ വികസനത്തെ സോഷ്യൽ മീഡിയ സ്വാധീനത്തിൽ അസൂയയോടെ നോക്കിക്കാണുന്നവരാണ് പാകിസ്ഥാനുകൾ. അവർക്ക് ഉറച്ചൊരു ഭരണകൂടവും നേതാവും വികസനവും വേണം. അത് കിട്ടുമെന്ന് തോന്നിയാൽ ഓരോ പാകിസ്ഥാനിയും സന്തോഷത്തോടെ ഇന്ത്യൻ സൈനികന് മുന്നിൽ മുട്ടുകുത്തും. പ്രഡിക്ഷൻ 2. ഇന്ത്യയിലെ കോമഡികളെ കരുതിയിരിക്കുക.